എല്ലാവരും ഒന്നിച്ച് ഒന്ന് മനസ്സിൽ ഓതണം ഈ 9 ആയത്തുകളും. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഖുർആൻ എടുത്തു വെക്കണം. ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ ഒരു പേനയും നോട്ട് പുസ്തകവും ഉണ്ടാകണം. ഇത് രണ്ടുമില്ലാതെ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കരുത്. അപ്പൊ ഖുർആനിലേക്ക് നോക്കുക. നമ്മളുടെ മുമ്പില് ഒരു സൂറത്തു നബ എന്ന് പറഞ്ഞിട്ട് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ഫസ്റ്റ് പേജ്, സൂറത്തു നബയിന്റെ ഫസ്റ്റ് പേജ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഓതി നോക്കാലോ നമുക്ക്, അല്ലെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا. അതുവരെയാണ് വന്നത്, അല്ലേ? ഒന്ന് എല്ലാവരും ഒന്ന് വായിക്കും. നിങ്ങൾ ഇനി ഓതുമ്പോ കാണാതെ ഓതാൻ ശ്രമിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا. സഹോദരങ്ങളെ, നമ്മള് അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കിയേ. അമ്മ എന്തിനെ സംബന്ധിച്ചാണ്? യതസാഅലൂന അവര് പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അനിൻ നബഇൽ അളീം ആ മഹത്തായ വാർത്തയെക്കുറിച്ച് തന്നെ. അല്ലദീഹും അതായത് അവർ, ഫീഹി അതിൽ, മുഖ്തലിഫൂന ഭിന്നാഭിപ്രായക്കാരാണ്. കല്ല അങ്ങനെ വേണ്ട, സ വഴിയെ, യഅലമൂന അവരറിയും, സുമ്മ കല്ലാ സയഅലമൂൻ സുമ്മ പിന്നെയും, കല്ലാ സയഅലമൂൻ അങ്ങനെ വേണ്ട, വഴിയെ അവരറിയും. വിശുദ്ധ ഖുർആൻ ഈ അന്നബഇൽ അളീം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പരലോക നാളിനെ കുറിച്ചാണ്, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്, നമ്മുടെ അവസാന ജീവിതത്തെ കുറിച്ചാണ്. അതിനാണ് വലിയ വർത്തമാനം എന്ന് പറഞ്ഞത്. പിന്നെ വാർത്താ മൂല്യം നഷ്ടപ്പെടാത്ത വർത്തമാനം. അതിനെ സംബന്ധിച്ച് തെളിയിക്കാൻ 10 പ്രസ്താവനകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് താഴെ തരികയാണ്. ആ 10 എണ്ണത്തില് നമ്മൾ പഠിച്ചത്, ഭൂമിയെ അള്ളാഹു എന്താക്കി? ഭൂമിയെ നമ്മൾക്ക് വിരിപ്പാക്കി തന്നു. 2, അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ പർവ്വതങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയാണ്, ആണികളാക്കി തന്നു, ഭൂമി ആടി ഉലയാതിരിക്കാൻ. പിന്നെ പറയുന്നതാണ് വഖലഖനാകും അസ്വാജ. നമ്മൾ അതിന്റെ ഒരു ക്രമം ഒന്നും ഇങ്ങനെ നോക്കണം കേട്ടോ, ഭയങ്കര രസമാണ്. 1, ആദ്യം നമ്മളോട് ആ മറ്റേ പേജ് എടുക്കുമോനെ, 2ാമത്തെ പേജ് എടുക്കി. ആ പ്രസ്താവന അള്ളാഹു പറയുന്നതിനിടക്ക് നോക്കി നിങ്ങൾ അതില് അലം നജ്അലിൽ അർള മിഹാദ. ആ പ്രസ്താവന തുടങ്ങുന്നതിന് എന്ത് രസാറിയോ? നമ്മൾ പിറന്നു വീഴുന്നത് ഈ മണ്ണിലാണ്, ഈ ഭൂമിയിലാണ്. ആ ഭൂമി എങ്ങനെ സംവിധാനിച്ചതാണ്? എന്നിട്ട് ആ ഭൂമി ആടി ഉലയാതിരിക്കാൻ ഈ മണ്ണിന്റെ ശരിയായ ഗമനം നടക്കുന്നതിന് വേണ്ടി
അവിടെ പർവ്വതങ്ങളെ ഉറപ്പിച്ചു. ഈ പർവ്വതവും ഭൂമി ഉണ്ടായതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയൂലല്ലോ. നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ആര് വേണം? നമുക്ക് ഇണകൾ വേണം. ഇണകൾ ഒരു വല്ലാത്തൊരു സംഭവമാണ്. നമ്മളൊന്ന് വിയർക്കുമ്പോ, നമ്മളൊന്ന് ആടി ഉലഞ്ഞു പോകുമ്പോ, നമ്മളൊന്ന് പതറിപ്പോകുമ്പോ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അല്ലെ, നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ ഒന്നാമതായി നമ്മുടെ റബ്ബുണ്ടെങ്കിൽ ഭൂമിയിലെ നമ്മുടെ അടുത്ത സമാധാനത്തിന്റെ നിമിത്തമാണ് ഇണകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ നമ്മുടെ ആശ്രയം പടച്ചവനാണ്, റബ്ബാണ്. അത് കഴിഞ്ഞാൽ ആ റബ്ബ് ഉണ്ടാക്കി തന്ന ഇണകളാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ദുനിയാവിലെ നമ്മളുടെ സമാധാനത്തിന്റെ സങ്കേതം. അതിന് പടച്ചവൻ എന്ത് വെച്ചെന്നു പിന്നെ അടുത്തത് പറഞ്ഞത് വജഅൽനാ നൗമക്കും സുബാത്ത, നമ്മൾക്ക് നമ്മുടെ ഉറക്കിനെ അള്ളാഹു ഒരു വിശ്രമമാക്കി തന്നു എന്നാണ്. ഇതും നമ്മൾ കുറച്ച് ഭാഗം അന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആ ഭാഗത്ത് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അത്രയും നേരം സംസാരിക്കണേ. എന്താണ് നിദ്ര, നമ്മുടെ ഉറക്കം നമുക്ക് അള്ളാഹു ഒരു ശാന്തിദായകമാക്കി തന്നു, അല്ലെ? ഉറക്കിനെ നമുക്കൊരു ഒരു 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 സമാധാനപരമാക്കി തന്നു. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ബർക്കത്ത് എന്നുള്ള നിലയിൽ അടുത്തൊരു 10 ആയത്തുകളൊന്നും കൂടെ ഓതിയിട്ട് ഇനി ഈ പ്രസ്താവനയിലേക്ക് നമുക്ക് ഇങ്ങനെ തിരിച്ചു വരാം. നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമ്മൾ ഓതുകയാണ് കേട്ടോ. എവിടെ? ഈ സുബാത്ത തൊട്ടിട്ട് തന്നെയാണ് കേട്ടോ ഓതുന്നത്. അത് ഇതിലേക്ക് ചേർക്കാന്ന് മാത്രം, കാരണം അത് ചേർത്തിയാൽ നമുക്ക് അടുത്ത് കിട്ടും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا نومكم سباتا. നിങ്ങൾ എല്ലാവരും ഒന്നിങ്ങനെ പറയും നമ്മുടെ ഒരു രീതിശാസ്ത്രം അനുസരിച്ച്. വജഅൽനാ നൗമക്കും സുബാത്താ. ഞാൻ 2 സെക്കൻഡ് നിർത്തുന്നത് നിങ്ങൾക്ക് ഓതാനാണ് കേട്ടോ. وجعلنا نومكم سباتا وجعلنا الليل لباسا. പറയൂ. وجعلنا الليل لباسا وجعلنا النهار معاشا. പറഞ്ഞോളി. وجعلنا النهار معاشا. ഒന്നുകൂടെ. وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا. പറയേ. وبنينا فوقكم سبعا شدادا. ഒന്നുകൂടെ. وبنينا فوقكم سبعا شدادا. അടുത്തത് وجعلنا سراجا وهاجا. പറഞ്ഞു നോക്കി. وجعلنا سراجا وهاجا. ഒന്നുകൂടെ. وجعلنا سراجا وهاجا. അടുത്ത വാക്ക് നോക്കിയേ. وأنزلنا من المعصرات ماء ثجاجا. ഒന്നുകൂടെ എന്റെ കൂടെ വായിക്കട്ടോ. وأنزلنا من المعصرات ماء ثجاجا. ഒന്നുകൂടെ പറയും. وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. എങ്ങനെ വായിക്കണ്ടേ? لنخرج به حبا ونباتا وجنات ألفافا. ഒന്നുകൂടെ പറഞ്ഞു നോക്കി.
ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. നിൽക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിഷയം ഒന്ന് മാറുകയാണ്. അതുവരെ ഒരു വിഷയം. ഇനി എന്റെ കൂടെ എളുപ്പത്തിൽ വായിക്കണേ. വബനൈനാ അല്ല വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ ലൈല ലിബാസാ വജഅൽനാ നഹാറ മആസാ വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ വജഅൽനാ സിറാജൻ വഹാജാ വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാത്തിൻ അൽഫാഫാ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. ഒരു പ്രാവശ്യം കൂടി ഓതണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇതിൽ ഓതി വിടണേ. വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ ലൈല ലിബാസാ വജഅൽനാ നഹാറ മആസാ വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ വജഅൽനാ സിറാജൻ വഹാജാ വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാത്തിൻ അൽഫാഫാ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. നിങ്ങൾക്ക് ഓതാൻ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥത്തിലേക്ക് പോവുകയാണ്. അർത്ഥം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ബയാനും കൂടി പറഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം. ആ ആളുകള് എല്ലാരും ഓരോന്ന് ഓതി തരണം. അപ്പൊ നിങ്ങളൊന്ന് തയ്യാറായിരിക്കണം കേട്ടോ. ഒരു 10 ആളെങ്കിലും നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഓതി തരണം. ഇപ്പൊ നമുക്ക് ഇതിൽ 70 ആളുകളുണ്ട്. ഈ 70 ആളുകളിൽ 10 എണ്ണെങ്കിലും നമുക്ക് ഓതി തരണം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തയ്യാറായിക്കോളിയേ. വജഅൽനാ നാം ഉണ്ടാക്കി തന്നു, നാം ആക്കി തീർത്ത്, നൗമക്കും നിങ്ങളുടെ ഉറക്കിനെ, സുബാത്തൻ ഒരു വിശ്രമമാക്കി. അപ്പോ നമ്മൾ അർത്ഥം എഴുതുമ്പോ നിങ്ങളുടെ കൂടെ എഴുതിക്കോള്. നിദ്രയെ നിങ്ങൾക്ക് നമ്മൾ ശാന്തിദായകമാക്കി, അല്ലെങ്കിൽ ഉറക്കം നിങ്ങൾക്ക് നാം വിശ്രമമാക്കി. ഇതിലേത് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് എഴുതാം. ഞാൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഓരോ വാക്കുകളിലേക്കും നമുക്ക് അതിന്റെ ഒരു വിശദീകരണം വേണം, എന്നാലാണ് അടുത്ത് കിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് ഇങ്ങനെ വരാം കേട്ടോ. അപ്പൊ വജഅൽനാ നൗമക്കും സുബാത്ത, നിദ്രയെ നിങ്ങൾക്ക് നാം ശാന്തിദായകമാക്കി, ഉറക്കം നിങ്ങൾക്ക് നാം വിശ്രമമാക്കി. അല്ലെ? ഇനി അടുത്ത് നോക്കിയേ. വജഅൽനാ നമ്മളാക്കി തന്നില്ലേ, അല്ലൈല രാത്രിയെ, ലിബാസൻ മോനെ അപ്പുറത്തേക്ക് എടുക്കടാ, ആ പേജ് എടുക്ക്, ഈ പേജ് മറിക്കും. അതെവിടെയാ സംഗതി? അതിന്റെ താഴെയാണോ? കാണാനില്ലല്ലോ അത്. വജഅൽന ലൈല ലിബാസ. ഓക്കെ. വജഅൽന അല്ലൈല രാത്രിയെ നാം നിങ്ങൾക്ക് എന്താക്കി? ലിബാസൻ ഒരു വസ്ത്രമാക്കി തന്നു. രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രമാക്കി തന്നു. ലിബാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും കേട്ടോ. ലിബാസ് നമ്മുടെ ഡ്രസ്സ്, വസ്ത്രം.
അപ്പൊ വജഅൽനൽ ലൈല ലിബാസ, രാവിനെ നമ്മൾ നിങ്ങൾക്ക് ഒരു മൂടുപടമാക്കി, വസ്ത്രമാക്കി. വജഅൽനൻ നഹാറ മആശ, നഹാറുൻ പകല്, മആഷ് മഈശത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? മഈശത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എല്ലാവരുടെ അധ്വാനം മഈശത്ത് നടക്കാനാണെന്ന് പറയില്ലേ? അതിൽ നിന്നുണ്ടാവുന്ന വാക്കാണ് ഐഷ് എന്ന് പറഞ്ഞ. ആശ, ജീവിച്ചു. അത് എഴുതി കാണിക്കേണ്ടതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ആശ ഐനാണ് കേട്ടോ. ആ മീമണ്ട് ഒഴിവാക്കിയാണ് കണ്ടോ. ആശ ജീവിച്ചു, മആഷ് ജീവിത മാർഗം. പകലിനെ നാം നിങ്ങൾക്കൊരു ഉപജീവന വേളയാക്കി തന്നു. പകലിനെ നിങ്ങൾക്ക് ഞാൻ ഒരു ജീവിത മാർഗമാക്കി തന്നു. ആ 3 വാക്കും വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഏതൊക്കെ? വജഅൽന, അതിന്റെ കൂടെ പറഞ്ഞു നോക്കി. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അപ്പൊ നമുക്ക് കാണാതെ പഠിയുവേ. വജഅൽന നൗമബാത വജഅൽന ലൈല ലിബാസ വജഅൽന നഹാറ മആശ. അല്ലെ? ഉറക്കിനെ നിങ്ങൾക്ക് വിശ്രമമാക്കി, രാത്രിയെ വസ്ത്രമാക്കി, പകലിനെ ജീവിത മാർഗമാക്കി. ഇനി മേലോട്ട് ഒന്നുകൂടി നോക്കിയേ. വബനൈന, ബന എന്ന് പറഞ്ഞാല് അടുക്കടുക്കായിട്ടുണ്ടാക്കുന്നതിനാണ്. പിന്നെ തട്ട് തട്ടായി പടുത്തുയർത്തുന്നതിനാണ് അറബിയില് ബന എന്ന് പറയാ കേട്ടോ. ബന്ന എന്ന് പറഞ്ഞാല് കൽപ്പണിക്കാരെന്നാണ്, കെട്ടുപണിക്കാരൻ. അപ്പൊ ബന ഉണ്ടാക്കി, നിർമ്മിച്ചു, പണിതുണ്ടാക്കുക. എന്നിട്ട് ആ വാക്കുന്നുണ്ടാകുന്നു ബനൈന, നാം ഉണ്ടാക്കി തീർത്തു. വബനൈന, നമ്മൾ സ്ഥാപിക്കുകയും ചെയ്തു, നമ്മൾ പണിതു. ഫൗക, മുകളിൽ. ഫൗകക്കും, നിങ്ങൾക്ക് മുകളിൽ, നിങ്ങളുടെ തലക്ക് മീതെ നാം ഉണ്ടാക്കിയില്ലേ. സബ്അൻ, 7 എണ്ണത്തെ. എങ്ങനെ 7? എങ്ങനത്തെ? ഷിദാദ്, കേട്ടിട്ട് നമ്മള് ഷദീദ് എന്ന് കേട്ടിട്ടില്ലേ? അന്നുണ്ടാകുന്ന വാക്കാണത് കേട്ടോ, ഷിദാദ്, ഷദീദ്. അപ്പൊ എന്താണ് ഷിദാദ്? നല്ല ബലവത്തായ, ശക്തമായ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങളുടെ തലക്ക് മുകളിൽ ഉറച്ച 7 തട്ടുകൾ നാം പണിതു ആണ് നേർക്ക് നേരെ വാക്കിനർത്ഥം. എങ്ങനെയൊക്കെയാണ് പറയേണ്ടത്? വബനൈന, നാം ഉണ്ടാക്കി, നാം പണിത് വെച്ചു, നമ്മൾ സ്ഥാപിച്ചു. ഫൗകക്കും, നിങ്ങളുടെ തലക്കുമീതെ. സബ്അൻ, 7 എണ്ണത്തെ. ഷിദാദൻ, ഭയങ്കര കഠിനമായ, ഉറച്ച. അപ്പൊ എന്താ വേണ്ടെന്നറിയോ? നല്ലൊരു മലയാളം പറയുകയാണെങ്കിൽ നിങ്ങൾക്കുമീതെ സുഭദ്രമായ ഹലോ കേൾക്കാം ഇപ്പൊ കേൾക്കാം ഹലോ കേൾക്കാം. ആ കോളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം വരുന്നത്. ഒരു 15-20 കോള് വന്നപ്പോ ഞാൻ ഈ കോള് വരുമ്പോ നിങ്ങൾക്ക് മുറിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ലില്ല, ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ആയുള്ളൂ. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞ നമ്മള്? നിങ്ങൾക്ക് മീതെ സുഭദ്രമായ സപ്തവാനങ്ങളെ നാം സ്ഥാപിച്ചില്ലയോ? മറ്റൊരു മലയാളം പറഞ്ഞാൽ നിങ്ങളുടെ തലക്ക് മുകളിൽ ഉറച്ച 7 തട്ടുകൾ നാം പണിതു. 2 മലയാളം എഴുതി വെക്കാട്ടോ, തിരിച്ചു മറിച്ചൊക്കെ എഴുതേ. നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കണം. വബനൈന ഫൗകക്കും സബ്അൻ ശിദാദ, നിങ്ങൾക്ക് മീതെ സുഭദ്രമായ സപ്തവാനങ്ങളെ നാം സ്ഥാപിച്ചില്ലയോ? വജഅൽന സിറാജം വഖാജ, അടുത്ത വാക്ക്. വജഅൽന, നമ്മൾ ഉണ്ടാക്കി. സിറാജൻ, അവിടെ നമ്മൾ എന്ത് പണിതു എന്നറിയോ?
സിറാജ് എന്ന് പറഞ്ഞ നേരെ അർത്ഥം വിളക്ക് എന്ന്. സിറാജ്. വഖാജൻ. ഈ വഖാജിന് വേറെയും കുറെ അർത്ഥങ്ങളുണ്ട്. അത് ഞാൻ അതിന്റെ ബയാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഇപ്പൊ എഴുതണം, വഖാജ് എന്ന് പറഞ്ഞ അത്യുജ്വല വെളിച്ചം. എന്താണ് വഖാജ്? അത്യുജ്വല വെളിച്ചം. എഴുതണേ. ഇതിലും മലയാളം ഉണ്ട്. നമ്മള് ഒരു പുതിയ മലയാളം ഇങ്ങനെ പറഞ്ഞു തരാം. അതിൽ വഖാജ് എഴുതിക്കുന്നുണ്ട്, തിളങ്ങുന്ന, കത്തിജ്വലിക്കുന്ന. അതന്നെ വാക്ക് കേട്ടാ. അതികഠിന താപം എന്നാണ് വഖാജിന്റെ അർത്ഥം. ഇങ്ങനെ അതികഠിന താപം. മലയാളം എഴുതിക്കോളെ. ഒരു പുതിയ ഇതിന്റെ കൂടെ 2-3 മലയാളങ്ങളെ നമുക്ക് കിട്ടട്ടെ, ഭാഷ കിട്ടട്ടെ. അതികഠിന താപം അല്ലെങ്കിൽ അത്യുജ്വല വെളിച്ചം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാന്നറിയോ? പിന്നെ വജഅൽന സിറാജൻ വഖാജ. അവിടെ നമ്മൾ ജ്വലിക്കുന്ന ഒരു വിളക്ക് വെച്ചു. സിമ്പിള് വാക്ക് പറഞ്ഞാൽ. ഇനി മറ്റൊരു വാക്ക് കൂടി പറയുകയാണെങ്കിൽ അത്യുജ്വലവും അതീവ തപ്തവുമായ ഒരു ദീപവും ഉണ്ടാക്കി വെച്ചില്ലയോ? എന്റെ കൂടങ്ങൾ മലയാളം എഴുതിയോളി. അത്യുജ്വലവും അതീവ തപ്തവുമായ ഒരു ദീപവും അവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലയോ? ഇനി ഒന്നിങ്ങനെ വായിക്കുക. 4-5 ആയില്ലേ? വജഅൽനാ നൗമക്കും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആശാ ബനൈനാ ഫൗകക്കും സബ്അൻ ശിദാദാ വജഅൽനാ സിറാജം വഖാജാ. അടുത്തത് വഅൻസൽന. അൻസല ഇറക്കി. അൻസല മഴ പെയ്യിപ്പിക്കുന്നതിന് അറബിയിൽ അങ്ങനെ വാക്കുപയോഗിക്കും. നേരെ നസല ഇറങ്ങി, അൻസല ഇറക്കി. കേട്ടോ, അൻസല ഇറക്കുക. അൻസൽന നാം ഇറക്കി. വഅൻസൽന നാം ഇറക്കുകയും ചെയ്തില്ലേ. മിനൽ മുഅസ്സിറാത്തി. മുഅസ്സിറത്ത് മുഅസ്സിറാത്തുൻ. മുഅസ്സിറത്ത് എന്ന് പറഞ്ഞാൽ മഴക്കാറ്, കാർമേഘങ്ങൾ. അതിന്റെ ബഹുവചനാണ് മുഅസ്സിറാത്തുൻ. അപ്പോ കാർമേഘങ്ങൾ. മിനൽ മുഅസ്സിറാത്തി കാർമേഘങ്ങളിൽ നിന്ന് നാം ഇറക്കുകയും ചെയ്തില്ലേ. മാ അൻ വെള്ളത്തെ. മാ ഉൻ വെള്ളം. മാ അൻ എന്ന് വെച്ചാല് അപ്പൊ അത് കർമ്മമാവട്ടോ. വരുമ്പോ ക്രിയ, കർത്താവ്, കർമ്മം. ക്രിയ ആ പദത്തിലെ പ്രവൃത്തിയാണ്. പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അവനാണ് കർത്താവ്, അല്ലെ? ഇനി കർമ്മം എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് ചെയ്യുന്ന ക്രിയ ഏതിന്റെ മേലാണോ പതിക്കുന്നത്, എന്തിലാണോ സംഭവിക്കുന്നത്, അതിന് നമ്മൾ എന്ത് പറയും? നമ്മൾ കർമ്മം എന്ന് പറയും. അപ്പോ നമ്മൾ ഇറക്കി എന്ന് പറയുന്നതോടുകൂടി അവിടെ എന്തൊക്കെ കഴിഞ്ഞു? കർത്താവും കഴിഞ്ഞു, ക്രിയയും കഴിഞ്ഞു. നീ നമ്മൾ ഇറക്കുക എന്നുള്ള പണി എന്തുമേ നടന്നത്? മാ അൻ വെള്ളത്തെ. എങ്ങനത്തെ വെള്ളം? പിന്നെ സജ്ജാജൻ. അതൊരു ഭയങ്കര വാക്കാണ്. സജ്ജാജ് എന്ന് പറഞ്ഞാല് പിന്നെ ശക്തമായ വെള്ളത്തിനാണ് ആ വാക്ക് ഉപയോഗിക്കട്ടോ, സജ്ജാജ്. അപ്പോ പിന്നെ കുത്തി ഒഴുകുന്ന വെള്ളം, അതിശീഘ്രം ഒഴുകുന്ന വെള്ളം. എന്ത് ചെയ്ത്? പിന്നെ ഒന്നും കൂടി പറയാം, തുടരെ നിരന്തരം മഴ പെയ്യിപ്പിച്ചു എന്നും ചില തഫ്സീറുകൾ അതിന്റെ മലയാളം കണ്ടിട്ടുണ്ട്. എങ്ങനെ? കാർമേഘങ്ങളിൽ നിന്ന് നാം നിരന്തരം മഴ പെയ്യിപ്പിച്ചു. ഒരു വാക്ക് കേട്ടോ. അത് തന്നെയാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. 2-3 തഫ്സീറുകളിൽ അങ്ങനെ തന്നെ അർത്ഥം കണ്ടിട്ടുള്ളത്. കാർമേഘങ്ങളിൽ നിന്ന് നമ്മൾ തുടരെ അതിശക്തമായ വിധത്തിൽ കുത്തി ഒഴുകുന്ന വെള്ളം ഇറക്കിയില്ലയോ? എന്തിനു വേണ്ടി? ലി നുഖിരിജ. അഖ്റജ പുറത്തു കൊണ്ടുവന്നു.
ഒരർത്ഥം എഴുതണേ. പിന്നെ ഒന്നും കൂടി എഴുതണം, മുളപ്പിച്ചു എന്നും എഴുതണം കേട്ടോ. അതുവഴി മുളപ്പിക്കുക, വെളിക്ക് കൊണ്ടുവരിക, പുറത്തു കൊണ്ടുവരിക എന്നൊക്കെയാണ് വാക്കിനർത്ഥം. കണ്ടല്ലോ, അതാ അവിടെ മാർക്ക് ചെയ്യുന്നതൊന്നും ഇങ്ങനെ നോക്കിയേ. ലീനു ഖൈരിജ, നാം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി, ബിഹി, അത് മുഖേന. ഏത് മുഖേന? ആ വെള്ളം മുഖേന നമ്മൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തെല്ലാം വേണം? ഹബ്ബൻ, ധാന്യം. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വനബാത്തൻ, ചെടികൾ, സസ്യലതാദികൾ. നബുത്തുൻ, നിങ്ങൾ കേട്ടില്ലേ? നബുത്തുൻ, ചെടി. നബാത്ത്, ചെടികൾ, സസ്യങ്ങൾ. വജന്നാത്തിൻ, ജന്നത്തുൻ, തോട്ടം. നമ്മൾ സ്വർഗം എന്നൊക്കെ പറയില്ലേ, അതിന് ബാക്കി ശരിക്ക് തോട്ടം എന്നാണ് കേട്ടോ. ജന്നത്ത് എന്ന് പറഞ്ഞാല് വ്യത്യസ്തങ്ങളായ മരങ്ങളുള്ള തോട്ടത്തിനാണ് അറബിയിൽ ജന്നത്തുൻ എന്ന് പറയാം. വജന്നാത്തിൻ, തോട്ടങ്ങളെയും. എങ്ങനത്തെ തോട്ടം? അൽഫാഫൻ, ഇടതൂർന്ന് നിൽക്കുന്ന, തിങ്ങി നിൽക്കുന്ന. ഇടതിങ്ങിയ എന്നൊരു വാക്ക് അതിനർത്ഥം കൊടുക്കാം സമൃദ്ധിയുള്ള എന്നും. അതൊക്കെ ഒരേ മലയാളങ്ങളാണല്ലോ. സമൃദ്ധിയുള്ള. അപ്പോ എങ്ങനെ പറയുന്നറിയോ? അതുവഴി ധാന്യങ്ങളും സസ്യങ്ങളും നാം മുളപ്പിച്ചു, സമൃദ്ധിയുള്ള തോട്ടങ്ങൾ ഉണ്ടാക്കി. ഇതോടുകൂടി നമ്മുടെ 10 പ്രസ്താവന കഴിഞ്ഞു. ഇനി പറയണത് അടുത്ത വാക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. അതും കൂടി പറയുമ്പോഴാണ് ദണ്ട് നല്ല സൂട്ടായി വരും. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. ഇന്ന, നിശ്ചയമായും. യൗമുൽ ഫസിൽ, ഇന്ന വരുമ്പോഴാണ് യൗമൽ ഫസിലി വന്നത് കേട്ടോ. സാധാരണ പറയുക യൗമുൽ ഫസിൽ എന്നാണ്. യൗമുൻ, ദിവസം. അൽ ഫസിൽ, തീരുമാനത്തിന്റെ. 2-3 അർത്ഥങ്ങളുണ്ട് ഈ ഫസിലിന്. നമ്മൾ ഫസിലിന് സാധാരണ ഡിവിഷൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. വേർതിരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് തീരുമാനം എന്ന് പറയാം. ഞാൻ അതിന്റെ ബയാൻ പറഞ്ഞു തരുമ്പോ അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. യൗമുൽ ഫസിൽ, തീരുമാനത്തിന്റെ ദിവസം. എന്താണെന്നറിയോ? കാന മീഖാത, അത് വഖത്ത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അത് സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. തീരുമാനത്തിന്റെ ദിവസം തീർച്ചയായും സുനിശ്ചിതമാകുന്നു. അത് സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു അതിമഹത്തായ, നമ്മൾ എത്ര ചിന്തിച്ചാലും ആശയം ഒടുങ്ങാത്ത, തീരാത്ത ഒരു ആശയ ലോകമാണ് ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് എവിടെയാണ്? നമുക്ക് 9:15 കുറച്ചു നേരം കൂടി നമുക്ക് സംസാരിക്കാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ കൂടി അങ്ങനെ വരും. വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ. നിങ്ങളിന്റെ കൂടെ ഓതണം കേട്ടോ, ഉറങ്ങല്ലേ. വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആശാ വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ വജഅൽനാ സിറാജൻ വഖാജാ വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാത്തിൻ അൽഫാഫാ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. ക്ലിയറേ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ആയത്തും കൂടി എടുക്കണം ഇൻഷാ അല്ലാഹ്. ഉറക്കിനെ നാം നിങ്ങൾക്ക് എന്താക്കി? ഒരു വിശ്രമമാക്കി. എന്നിട്ട് നമ്മളോട് പറഞ്ഞ് രാത്രിയും പകലുമാണ്. ഇത് 3ഉം തമ്മിലൊന്നും ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കിയേ. നമ്മളെ, മനുഷ്യരായ നമ്മളെ കർമ്മയോഗ്യനാക്കുന്നതിന് അള്ളാഹു ഈ പ്രകൃതിയിൽ അതീവ യുക്തിയോടുകൂടെ
നിക്ഷേപിച്ച ഒരു ഗുണമാണ് നിദ്രവാസന എന്ന് പറയുന്നത്, ഉറക്കത്തോടുള്ള നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത്. ഏതാനും മണിക്കൂറുകൾ നമ്മൾ പകലിൽ ജോലി ചെയ്താൽ അതോടുകൂടെ നമ്മൾ എന്തായി, ഒരു വിശ്രമം നമ്മുടെ ബോഡി ആവശ്യപ്പെടും. നന്നായിട്ട് പണിയെടുത്താൽ നിങ്ങൾ നോക്കണ്ട്, ആ രാത്രി നന്നായി ഉറങ്ങും. എങ്ങനെയാണ് ഉറക്കം, ഞാൻ പറയുന്നതിനിടക്കൊന്ന് മറക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. ഉറക്കം ഇല്ല എങ്കിൽ നമുക്ക് എന്ത് വരുന്നറിയോ? ഈ ഭ്രാന്തിന്റെ അടയാളം എന്താ അറിയോ? പിരാന്താണെന്ന് പറയില്ലേ, ഞങ്ങൾ പാലക്കാട്ടുകാര് പിരാന്താണെന്ന് പറയും. ഭ്രാന്തിന്റെ അടയാളം എന്താ? നിങ്ങളിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നു. ഭ്രാന്തിന്റെ അടയാളം ഉറക്കില്ലായ്മയാണ്. ഉറക്കണ്ട് വരൂല. ഒരു രാത്രിയിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ശരിക്കും നോക്കണ്ട്, പിറ്റേന്ന് നമ്മുടെ കണ്ണിങ്ങോട്ട് തറച്ചു പിടിച്ച ഒരു വീങ്ങി പിടിച്ചതുപോലെ ഉണ്ടാവും. മുഖം എന്തോ ഒരു കോടിയതുപോലെ, നീര് വന്നതുപോലെ ഉണ്ടാവും. വായിലൊക്കെ മുറി വന്ന പോലെ ഉണ്ടാവും. നാവ് പറഞ്ഞാൽ തിരിയാത്ത അത്ര നമുക്ക് എന്തൊക്കെയോ ഒരു ജാതി കെട്ടിക്കുടുക്കില് നാവ് പെട്ടുപോയിട്ടുണ്ടാവും. ഒറ്റ രാത്രിയിലെ ഉറക്കണത്. ഉറക്ക് കൃത്യമായി കിട്ടുന്നുണ്ടോ? നിങ്ങൾക്കൊരു സംശയവും വേണ്ട, അയാളുടെ ആരോഗ്യം വളരെ കൃത്യമായിരിക്കുന്നതാണ്. അത് ഞാൻ നിങ്ങൾ ഇവിടെ നമ്മുടെ ക്ലാസ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഓഫ്ലൈനിൽ നമുക്കത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഈ വിഷയം ഉറക്ക് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സംഗതിയാണ്. ഞാൻ ഇപ്പൊ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, പകല് നമ്മൾ എല്ലു മുറിയാണ് ക്ഷീണിച്ച് പണിയെടുത്താല് അന്നത്തെ നമ്മുടെ രാത്രി ഭയങ്കര അടിപൊളിയായിരിക്കും. എവിടെ കിടക്കുന്നതെന്ന് അറിയില്ല, ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. നിങ്ങള് ഒരു 4-6 മണിക്കൂർ ചുരുങ്ങിയത് ഉറങ്ങണം എന്നാണ്. 4 മണിക്കൂർ ഉറങ്ങിയാലും ആരോഗ്യം വളരെ ഇങ്ങനെ ഒരു ബലാബലത്തിൽ പിടിച്ചുകൊണ്ടാവും. അതിൽ കുറച്ച് കുറഞ്ഞാൽ മോശമാവുന്നതാണ്. പക്ഷെ ഇസ്ലാമിക ചരിത്രത്തില് ചില മഹാന്മാരെല്ലാവരും, ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള കുറെ ആളുകൾ ഉണ്ടല്ലോ, അവരൊക്കെ ദിവസം 4 മണിക്കൂർ അതിൽ താഴെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ്. പക്ഷെ ഒരു കൃത്യമായി നമ്മുടെ ബോഡിക്ക് ഒരു 6 മണിക്കൂറൊക്കെ കിട്ടിയാൽ എമ്പാടും മതി. പിന്നെ നിങ്ങൾ നോക്കിയേ, നമുക്ക് യാത്രക്കിടയിൽ പകല് ഉറക്ക് വരും. പക്ഷെ പകല് നമ്മൾ നല്ലോ ഉറങ്ങിയാല് നമുക്കൊരു ആ മപ്പ് ഉണ്ടല്ലോ, പകല് നിങ്ങൾ കൂടുതൽ ഉറങ്ങിയാൽ ആ മപ്പ് തീരെയില്ല. മപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ? ആ ഒരു ഉറക്കച്ചടവ് തീർന്നു പോകുകയില്ല. അതേ സമയങ്ങള് പകല് ഉറങ്ങിയാലും ആ ചടവ് തോന്നും, രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിലും ഈ ചടവ് തോന്നും. അപ്പൊ പകൽ എന്തിനല്ല നമുക്ക് സംവിധാനിച്ചു തന്നതാണ്, രാത്രി നമുക്ക് എന്തിനു സംവിധാനിച്ചു തന്നതാണ്. അത് രണ്ടും ഭയങ്കര കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അത് ഞാൻ നീട്ടി പറയല്ല കേട്ടോ. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെന്തുണ്ടാവില്ല, അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. അത്ര വലിയ ലോകത്തെ അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഈ ഉറക്കത്തിന് ഈ വിശ്രമം എന്ന് പറഞ്ഞല്ലോ, അത് ഭയങ്കര ഒരു സംഗതിയാ. 2 കാര്യങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്താനുണ്ട്. ഒന്ന്, ഈ പകലില് ഒരു 12 മണി 11:30 മണി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഉറക്ക് വരും. അപ്പോഴാണത്രേ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്നാൽ ആരോഗ്യം എമ്പാടും കൂടുന്നാണ്. ഇനിയിപ്പൊ നിങ്ങൾ എല്ലാവരും വേണം നാളെ 11:30 മണിക്ക് ഉറങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എവിടെങ്കിലുമൊക്കെ ഇരിക്കുമ്പോ ശ്രദ്ധിച്ചു നോക്കണ്ട. ഒരു 11:30 മണി ആകുമ്പോൾ നമുക്ക് നല്ലൊരു ക്ഷീണം പോലെ തോന്നും. ഒരു അല്പനേരം അപ്പം കിടന്നാണ്ടല്ലോ, അത് ബോഡിക്ക് ഭയങ്കര സുഖാണെന്ന്. ഇനി ഈ ഉച്ചക്ക് കൈലൂലത്തിന്റെ ഉറക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഉറക്കം കേട്ടിട്ടുള്ളത് ഞാൻ. അതെങ്ങനെയാന്ന് ചോദിച്ചാല്, കൈലൂലത്തിന്റെ ഉറക്കിന് ഈ ആരോഗ്യശാസ്ത്ര പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് അത് പൂച്ച ഉറക്കത്തിനാണ്. അപ്പൊ ഒരു വിശ്രമം മാത്രമാണ് ഉച്ചമയക്കത്തിൽ വരുന്നുള്ളൂ കേട്ടോ. പെരുഞ്ചാതി ഉറക്ക് വരുന്നില്ലേ? പൂച്ച ഉറക്കത്തിനൊരു പ്രത്യേകത ഉണ്ട്. പൂച്ചന്റെ ഉറക്കം എന്താ അറിയാം? എത്ര ഭയങ്കര ഉറക്കത്തിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലും പൂച്ച ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോഴേക്ക് പൂച്ച അതിന് കണ്ണു തുറന്ന് കളയും അല്ലെ? എന്നതുപോലെയാണ് അതിന്റെ ഉറക്കം. നമ്മളെ എടുത്തുണ്ടായാലും അറിയാത്ത ഉറക്കം ഏതായാലും നിങ്ങള് പകല അങ്ങനെ ഉറങ്ങാൻ പാടില്ല. അത് അതിന് വേണ്ടി തന്നതല്ല എന്നാ. അപ്പൊ ഇനി ഇരിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ പകലോ രാത്രി എപ്പോഴെങ്കിലും ഒക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്ക് വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഒന്ന് സൈഡാക്കി ഒരു 10 മിനിറ്റ് നിങ്ങൾ ഒന്ന് ചെരിഞ്ഞൊന്ന് കിടന്നു നോക്കൊണ്ട് 4 മണിക്കൂറിന്റെ വിശ്രമം നമ്മുടെ ബോഡിക്ക് അപ്പൊ കിട്ടുന്ന.
അപ്പൊ ഉറക്കൊരു വല്ലാത്തൊരു സംഭവമാണ്. ഈ ഉറക്കിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾക്ക് താങ്ങാൻ കഴിയാത്ത ക്ഷീണം ശരീരത്തിന് വന്നാൽ നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ടാണ് കരഞ്ഞു കരഞ്ഞു ഉറങ്ങുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മളെ ചില ആളുകൾ തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഷമത്തില് ഭയങ്കരം കരഞ്ഞ് കിടക്കുന്ന ഒരാള് ഉണ്ടല്ലോ. അപ്പൊ അയാളെ നമ്മൾ പറയൽ എന്താ വെച്ചാൽ വിളിക്കണ്ട, അത് കിടന്നോട്ടെ ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കണോ? ഒരാള് എന്തേലും വഴക്കിട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും താങ്ങാൻ കഴിയാത്തൊരു ദുഃഖഭാരം വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാണ് തളർന്നു പോകും. അങ്ങനെ നമ്മളുണ്ട് കരഞ്ഞു കരഞ്ഞിട്ടുണ്ട് ഉറങ്ങും. ഉറങ്ങുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന ഒരു സുഖം എന്താ അറിയോ? ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഉണർന്നാൽ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് എത്ര കണ്ട് വേദന ഉണ്ടോ ആ വേദനയിൽ നിന്ന് പകുതി ഈ ഉറക്കോടുകൂടി പോയിട്ടുണ്ടാവും. ഈ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി രാത്രി നേരം വെളുക്കുമ്പോഴും ആ മസിൽ പിടുത്തത്തിൽ കൂടി തന്നെ എണീറ്റ് വരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ രാത്രി ഇത് രണ്ടും ഉറങ്ങാത്തോണ്ടാണ്. അതേ സ്ഥാനത്ത് ഇവർ രണ്ടുപേരും നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്ക് തെറ്റി പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഉറക്കം വരില്ല, നമ്മളെ മെന്റലി നമ്മൾ അത്ര ഫിറ്റ് അല്ലാത്തതുകൊണ്ടാണത്. അപ്പൊ ഫിസിക്കലി ഒന്ന് നമ്മൾ ക്ഷീണിച്ചാൽ നമുക്ക് നല്ല സുഖത്തോടു കൂടി ഉറങ്ങാൻ കഴിയുമെന്നാണ് കേട്ടോ. ഇരിക്കട്ടെ, ഇനി രാത്രി അള്ളാഹുവിന്റെ ദുനിയാവിലെ ഇന്നും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു മഹത്തായ ഒരു അനുഗ്രഹമാണ് എന്ത്? രാത്രി എന്ന് പറയുന്നത്, ഇരുട്ട് എന്ന് പറയുന്നത്. ഇതുവരെയും മനുഷ്യൻ ഇരുട്ട് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, അല്ലെ? ലൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, വെളിച്ചം കണ്ടുപിടിച്ചിട്ടുണ്ട്. വെളിച്ചം കണ്ടുപിടിച്ചതുപോലെ ഇരുട്ടെങ്ങാനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയോ? നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടില്ലേ? ഇനി ഈ ഉറക്ക് വിശ്രമമാക്കി എന്ന് പറഞ്ഞിട്ട് രാത്രി എന്തിനാണ് നിങ്ങള് വസ്ത്രം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തറിയോ? വെളിച്ചത്തിൽ നിന്ന് നമ്മളെ മുക്തരാക്കിയിട്ട് നിദ്രയുടെ ഉറക്കത്തിന്റെ ശാന്തി ലഭിക്കാനാണ് രാത്രിയെ പടച്ചോൻ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സജ്ജീകരിച്ചത്. അതുകൊണ്ട് ഇരുട്ടിൽ തന്നെ കിടന്നുറങ്ങണം. ഒരു കാരണവശാലും ഈ സീറോ ബൾബ് എന്നാണ് അതിന് പറയാ, ചെറിയ വെട്ടുള്ളത്, അങ്ങനെ ഒരു വെട്ടവും പാടില്ല എന്നാണ്. നല്ല പക്ക ഇരുട്ടിൽ കിടന്നുറങ്ങണം. എനിക്ക് തോന്നുന്നത് നമ്മുടെ മുൻഗാമികള് ഇത്ര ശാരീരികമായിട്ട് ആരോഗ്യം ഉണ്ടാകാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്ന്, അവര് വിളക്ക് ചെറിയ എണ്ണത്തിരി ഒന്നാണ്ട് ഊതിക്കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് ഇരുട്ടായില്ലേ? ആ ഇരുട്ട് തന്നെ കിടന്നുറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നിങ്ങൾ കിടക്കാൻ നേരത്ത് വിളക്കണച്ചേ കിടക്കാവൂ എന്നാണ്. അതിൽ പറഞ്ഞു തരുന്ന കുറെ ശാസ്ത്രീയതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ശാസ്ത്രീയത തന്നെ ആവൂലേ ഇരുട്ടെ തന്നെ ഉറങ്ങണമെന്ന് പറയണത്. എന്തിനാണ് അള്ളാഹു ഈ ഇരുട്ട് അങ്ങനെ ഈ വെളിച്ചത്തിനാണ്ട് ഊരിയും കൊണ്ട് പോയത്? അല്ലെ? വൈകുന്നേരം ആകുമ്പോഴേക്ക് എല്ലാ ചെടികളും പല മരങ്ങളൊക്കെ നിങ്ങൾ നോക്കിയേ, എല്ലാം ശാന്തമായി ഉറക്കം തൂങ്ങി ഇങ്ങനെ പോയിട്ടുണ്ടാവും. പുലർച്ചെ 4-5 മണിയാവുമ്പോ ശ്രദ്ധിച്ചു നോക്കണം, ആ തളർന്ന ചെടികളെല്ലാം അതീവ ഉന്മേഷത്തോടുകൂടെ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. ഇനി അങ്ങനെ പറയാൻ നിന്നാൽ നമ്മുടെ സമയം തീരും. അതുകൊണ്ട് പ്രിയരെ, വസ്ത്രമാക്കി തന്നു. പകലാവുമ്പോഴോ നമുക്ക് നമ്മുടെ ഉപജീവന മാർഗം എളുപ്പമാക്കാൻ പകലിനെ പടച്ചോൻ എന്താക്കി? പ്രകാശപൂരിതമാക്കി. നല്ല വിധത്തിൽ അങ്ങനെ വെളിച്ചം കൊണ്ട് നിറച്ചു തന്നു. അപ്പോ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഗതി എന്താ വെച്ചാല്, രാപ്പകലുകൾ വ്യവസ്ഥാപിതമായി നിരന്തരം മാറി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരുപാട് പ്രയോജനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് പടച്ചോൻ എന്ത് ചെയ്തത് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടോ. രാത്രിയുടെ ഗുണം എന്താണ്, പകലിന്റെ ഗുണം എന്താണെന്നുള്ളത് ഒരെണ്ണം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇനി അതേ നമുക്ക് ഇവിടെ പറയാൻ സമയമുള്ളൂ. ബാക്കി പിന്നീട് രാത്രി എന്ന് പറയുന്ന വാക്ക് വരുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടുന്ന് പഠിക്കുകയും ചെയ്യാം. എന്തിനായിരിക്കും പടച്ചോൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാല്, അലക്ഷ്യമായി ആകസ്മികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല ഈ ഉറക്കാകട്ടെ, ഉണർച്ചയാവട്ടെ, രാത്രിയാവട്ടെ, പകലാവട്ടെ എന്നത്. അതിന്റെ പിന്നിലല്ല നമ്മുടെ താല്പര്യവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട ഒരു മഹത്തായ യുക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ യുക്തി
യുക്തിജ്ഞൻ, അവന്റെ യുക്തിയാണ് അവിടെ നടക്കുന്നത് എന്നാണ്. ഇൻഷാ അള്ളാഹ് മറ്റൊരു സന്ദർഭങ്ങളിൽ ഇതിന്റെ ബയാൻ നമുക്ക് പിന്നീട് ശ്രദ്ധിക്കാം. അടുത്ത വാക്ക് എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ഇനി ഇപ്പം നിലത്ത് കിടക്കല്ല, ഇനി മേപ്പിട്ടൊന്ന് നോക്കിയോളി എന്ന് പറഞ്ഞാൽ ബനൈന ഫൗക്കക്കും സബ്അൻ ശിദാദ. അങ്ങനെ പറഞ്ഞ 7 ആകാശങ്ങൾ നമ്മുടെ തലയുടെ മീതെ. ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്, ഖുർആൻ പറഞ്ഞു തരുന്നത് 7 ആകാശങ്ങൾ ഉണ്ട് എന്നാണ്. പക്ഷെ ആ 7 ആകാശങ്ങൾക്ക് അള്ളാഹു വെച്ച ഒരു വിശേഷണം, വളരെ ചെറിയ വിശദീകരണം ഇനി പറയാൻ സമയമുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ആ വാച്ചിലേക്ക് സമയം നോക്കിയത്. ഷിദാദ് എന്ന് പറഞ്ഞാല് സുഭദ്രം എന്നാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ പരിധികൾ അണു അളവ് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവാതെ വണ്ണം സുശക്തമാണ് എന്ന അർത്ഥത്തിലാണ് അള്ളാഹു ഉപയോഗിക്കുന്നത്. കാരണം എന്താ? നമ്മുടെ ഭൂമിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുകളിൽ നിന്ന് ഇതിന്റെ അതിരുകൾ ഭേദിച്ച് ഉപരിലോകത്തിലെ എണ്ണമറ്റ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുകയോ ഭൂമിയിൽ വന്ന് പതിക്കുകയോ ചെയ്യുന്നില്ലല്ലോ എന്ന്. അതിനെന്തൊക്കെയോ പാളികളൊക്കെ വെച്ചിട്ടില്ലേ? ആ സംഗതികളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പൊ വരണം കേട്ടോ. അതെല്ലാം അള്ളാഹു സംവിധാനിച്ച് ആകാശം എന്ന് പറയുന്ന ഈ നീലിമയെ നമ്മുടെ തലക്കു മീതെ അള്ളാഹു ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തി. ഇനി അതിന്റെ കളറും അതിന്റെ നിറവും അതിന്റെ രൂപവും എല്ലാം നമ്മളിങ്ങനെ ആലോചിക്കുക. ഈ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇതിന് ഇത്രയും ഉറപ്പോടുകൂടെ നമ്മുടെ മീതെ അള്ളാഹു ഉണ്ടാക്കി തന്നില്ലേ? എന്നിട്ട് അവിടെ പടച്ചോൻ എന്താക്കിന്നറിയോ? അവിടെ വജഅൽന സിറാജം വഖാജ. ഇതിന്റെ ഒക്കെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അവസാനം ചോദിക്കേ. വഖാജ് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാലോ, എന്താണ് സൂര്യൻ, എന്താണ് ഭൂമി? നമ്മൾക്ക് ഭൂമിയേക്കാൾ 109 ഇരട്ടി വ്യാസമുണ്ട് സൂര്യന്. 3,33,000 ഇരട്ടി കനമുണ്ട് ഭൂമിയേക്കാൾ സൂര്യന്. സൂര്യന്റെ പ്രതലത്തില് മുഖത്ത് കാണുന്ന താപനില 40 ലക്ഷം ഡിഗ്രി സെന്റിഗ്രേഡാണ്. ആ സൂര്യനെ അത് എത്ര അകലെ നിൽക്കണമെന്നറിയോ? 14 ലക്ഷത്തി, ഇങ്ങനെ നോട്ട് അല്ല ഒന്ന് എഴുതണട്ടോ ഞാൻ പറയുമ്പോ, 14,94,07,000 കിലോമീറ്റർ അകലെയാണ്. അത് വളരെ കൃത്യമാണ്. അത്ര അകലെയാണ് സൂര്യൻ എന്ത് ചെയ്യണത്? ഈ ഭൂമിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നത്. എന്നിട്ട് എത്ര? 14,94,07,000 കിലോമീറ്റർ. അപ്പൊ നമ്മൾ അതിനെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കി പറയല, 15 കോടിയോളം കിലോമീറ്റർ എന്ന് നമ്മൾ അങ്ങനെ പറയലാണ്. പക്ക ഇതാണത്ര. എന്നിട്ട് ശാസ്ത്രം പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇത്ര അകലെ നിൽക്കുന്ന ഈ ഒരു സാധനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണ്ണുകൊണ്ട് നോക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കഴിയോ? ഇല്ലല്ലോ, അല്ലെ? കണ്ണുകൊണ്ട് നോക്കാൻ ശ്രമിച്ചാൽ കഴിയില്ല. ഇനി നോക്കിയേ, ഈ നമ്മൾ എണ്ണിയ ഇത്രയും ദൂരം ഉണ്ടല്ലോ, ഈ ദൂരം കുറച്ചുകൂടി മേലോട്ട് പോയി നോക്കുക. മേലോട്ട് പോയാൽ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി എന്താവും? തണുത്ത് ഉറച്ചു പോകും. അത് കുറച്ചും കൂടി ഇങ്ങനെ അടുത്തോട്ട് താഴോട്ടാ വന്നിരിക്കണമെന്നുണ്ടെങ്കിലോ ചൂട് കൊണ്ട് നമ്മൾ ഉരുകിപ്പോവും. വെള്ളത്തിന്റെ ദ്രാവകാവസ്ഥ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അല്ല, വെള്ളമല്ലേ നമ്മളെ അടിസ്ഥാന ഘടകം. അതിനാണ് കുറച്ചുകൂടെ എന്നെ പറഞ്ഞിരുന്നത്, അടിസ്ഥാന ഘടകം വെള്ളമാണ്. ആ വെള്ളത്തിന് ചൂട് കൂടിയാൽ എന്താവും? അത് അതിന്റെ ഘടകങ്ങളായി 2 ഹൈഡ്രജനും 1 ഓക്സിജനായി അത് വേർപിരിഞ്ഞു പോകും. അതേ സ്ഥാനത്ത് അതിന്റെ ഘനീഭവിച്ച് അതിങ്ങനെ വല്ലാതെ തണുത്ത് ഉറച്ച് ഐസായിട്ട് പോകും. ഈ 2 ഭാവത്തിലാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ കഴിയൂലല്ലോ. വെള്ളത്തിന്റെ ദ്രാവകാവസ്ഥ നമുക്ക് കിട്ടണ്ടേ? അതിനാണ് ഇത്ര അകലത്തിൽ എന്ത് ചെയ്തത്? ഈ സൂര്യനെ നിർത്തിയത്. ഇനി അത് മാത്രല്ല, നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ഈ മിൽക്കി വേ ഉണ്ടല്ലോ, ഈ ക്ഷീരപഥം, ഈ ക്ഷീരപഥത്തിന് ഇതിന്റെ അമ്മയാണ് ആര്? സൂര്യൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയണതാട്ടോ, നിങ്ങൾ ബാക്കി ചിന്തിച്ചോളി. ആ സൂര്യന്റെ വെളിച്ചം ഉണ്ടാകൊണ്ടല്ലേ
ഇവിടെ സസ്യലതാദികൾ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കണത്, അല്ലെ? അങ്ങനല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അതിന്റെ ഒക്കെ ചിന്തകൾ നിങ്ങൾ അങ്ങനെ വിട്ടുപോക. അപ്പൊ സൂര്യൻ നമ്മുടെ അനിവാര്യ ഘടകമാണ്. ഇനി അതിലൊന്നും കൂടി നോക്ക്. എന്നിട്ട് അടുത്തത് പടച്ചോൻ പറഞ്ഞത് വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. സൂര്യൻ അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മളോട് പറഞ്ഞ്, പിന്നെ മഴ സംവിധാനിച്ചതിലും സസ്യ വളർച്ചയിലുമൊക്കെ ഈ സൂര്യന്റെ നിലനിൽപ്പ്, അതിന്റെ ആ നിയന്ത്രണം, അതിന്റെ പടച്ചവൻ അതിന്റെ സ്ഥാപിച്ച രീതി എല്ലാം ഭയങ്കര രസാണ്, അല്ലെ? അടുപ്പം മൂലം അത്യുഷ്ണം വരും, വിദൂരത മൂലം അതിശൈത്യം വരും. ഇത് രണ്ടുമില്ല. അതുകൊണ്ടാണ് നമുക്കൊക്കെ ജീവിക്കാൻ കഴിയണത്. ഇതിന്റെ തന്നെ താപമാണ് കുറച്ച് ചൂട് കൂടുമ്പോഴാണ് സമുദ്രജലത്തെ നീരാവിയാക്കി മേലോട്ടുയർത്തുന്നത്. അപ്പൊ മഴ സംവിധാനിച്ചതിന്റെ രംഗം നോക്കിയേ. ഈ സസ്യലതാദികൾ മുളപ്പിക്കുന്നത് അടുത്ത് പറയണ ഈ രണ്ട് ഭാഗമുണ്ടല്ലോ, അത് രണ്ടും സൂര്യനിലേക്ക് ചേർത്തിയാ പറയണത്. ഇതിന്റെ രസം നമ്മൾ പഠിക്കേണ്ടത്. ഇതിന്റെ മുഅ്ജിസത്ത് എന്താന്ന് വെച്ചാൽ, ഒരു വാക്ക് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് പറയണത് വളരെ കൃത്യമാണ്. കാരണം ഇതിന്റെ പ്രത്യേകത വെറും എന്തൊക്കെ ഇങ്ങനെ വർത്താനല്ലോ പറയണത്. ഇപ്പൊ നമ്മളോട് നേരത്തെ മുകളിൽ പറഞ്ഞല്ലോ, ഉറക്കിനെ വിശ്രമമാക്കി, ഉറങ്ങേണ്ട സമയം രാത്രിയാന്ന് പറഞ്ഞന്ന്. എന്നിട്ട് എന്നും 24 മണിക്കൂർ 365 ദിവസം ഉറങ്ങാൻ പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾക്ക് പകലിനെ തന്നു. എന്നിട്ടോ നിങ്ങൾ പകലിൽ ഇങ്ങനെ മേപ്പിട്ട് നോക്കി ജീവിക്കണമെങ്കിൽ അങ്ങോട്ടൊക്കെ നോക്കണല്ലോ. അപ്പൊ മുകളിലെ സംവിധാനം പറഞ്ഞെന്ന്, ആ മുകളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പഠിച്ചോളാൻ പറഞ്ഞ്, എന്നിട്ട് മഴ പറഞ്ഞു തന്നു എന്നാണ്. എങ്ങനെ മഴയുണ്ടാകുന്നു പറയാൻ നേരല്ല. എന്തായാലും ഒരു ഭയങ്കര സംഭവം മഴ എന്ന് പറയുന്നത്. നമ്മളതിന്റെ ശാസ്ത്രീയത ഒന്നും പഠിക്കാതെ തന്നെ ഭയങ്കര കനുള്ള ഒരു സാധനമാണല്ലോ വെള്ളം എന്ന് പറയുന്നത്. നിങ്ങള് ഒരു ബക്കറ്റ് വെള്ളം തന്നെ തൂക്കണമെങ്കിൽ ഇങ്ങനെ കയ്യിൽ പിടിക്കണമെങ്കിൽ എന്തോ ഒരു പ്രയാസമാണ്. ഒരു കുടം വെള്ളം ഒക്കിലേക്ക് വെക്കാൻ എത്ര ഒരു കനുണ്ടാവും. ഒരു മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞാല് ആ മഴന്റെ ഒരു കണക്കുണ്ട് കേട്ടോ. ഞാന് വേറൊരു പ്രശ്നത്തിൽ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടിയില്ല. ഞാനൊന്നും ഇങ്ങനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പാടത്ത് ശേഖരിച്ച് നിർത്തുന്ന വെള്ളത്തെ സംബന്ധിച്ചൊരു കണക്കുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത ആ കണക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് നമുക്കത് തുടങ്ങാം. ഈ ക്ലാസ് തുടങ്ങട്ടോ. അത് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ വെള്ളം അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടി നിൽക്കാത്തത് കൊണ്ടാണ് നമുക്ക് മഴ പെയ്ത് തോരുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നത്, ചൂട് വരുന്നത്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പുതച്ചുറങ്ങിയിരുന്നു. ഇപ്പൊ മഴയുണ്ട്, പക്ഷെ മഴ കുളിരില്ല. വെള്ളം കൃത്യമായി പെയ്യും, കൃത്യമായി നീരാവിയായി മുകളിലേക്ക് മഴക്കാറ് പോകും. മഴ ഈ ഭൂമിയിൽ പെയ്യും. പക്ഷെ പണ്ട് കാലത്ത് ഇങ്ങനെ നിന്ന് പെയ്തിരുന്നത് ഇന്ന് അരമണിക്കൂർ കൊണ്ട് തന്നെ പെയ്യാണ്. നിങ്ങൾ കേട്ടില്ലേ മേഘസ്ഫോടനം? അതിന് പറ്റുന്ന മഴക്കാറുകളല്ലേ അള്ള മുകളിലാക്കുന്നത്. ഇതൊക്കെ നമ്മുടെ തലന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കല്ലേ. ഒറ്റ അടിക്കണ്ട് വീണാൽ എന്താവെന്ന് വെച്ചാൽ, ഇപ്പൊ ചൂരൽമലയിൽ ഉണ്ടായതുപോലെ, വയനാട് ഉണ്ടായതുപോലെ, ഈ പല ഭാഗങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ അങ്ങോട്ട് ഒലിച്ചു പോകല്ലേ. പക്ഷെ നിങ്ങൾ സാധാരണ ഒരു മഴ നോക്കിയേ. ആ മഴ നമ്മൾ രാത്രി കാറുകളിലൂടെ വാഹനത്തിൽ പോകുമ്പോ ആ ലൈറ്റ് ഇങ്ങനെ നോക്കിയാല് മഴ പെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നറിയാം. ആ മഴ ഒരു ചെറിയ ചെരിഞ്ഞ് കൊണ്ടാണ്, ഒരു ചെറിയൊരു ചെരിവിലാണ് ആ വെള്ളം ഇങ്ങനെ താഴോട്ട് വരിക. അതല്ല എങ്കിൽ എന്താവുന്നറിയോ, നമുക്ക് അടി കൊണ്ട മാതിരി ഉണ്ടാവും. ഒരു ഐസും കട്ട നമ്മുടെ പെരപ്പുറത്തേക്ക് വീണ, നമ്മുടെ തലക്ക് വീണ, നമ്മുടെ പരിപാടി കഴിഞ്ഞില്ലേ. അതിനല്ലേ അള്ള ഇങ്ങനെ തുള്ളി തുള്ളിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചത്. ഇനി പോട്ടെ, സമയമല്ല. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു വാക്ക് എന്താന്ന് ചോദിച്ചാൽ നേരെ ആലോചിക്കേണ്ടതറിയോ, ഈ മഴവെള്ളത്തെ ഇറക്കിയിട്ട് പടച്ചവൻ എന്തൊക്കെ തന്നു അറിയോ? നമുക്ക് ധാന്യങ്ങൾ മുളപ്പിച്ചു തന്നു, സസ്യലതാദികൾ വന്നു, മഹാതോട്ടങ്ങൾ, വലിയ വലിയ പെടാ തോട്ടങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. ഈ ഹബ്ബ് എന്ന് പറഞ്ഞാല്, ഇത് പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് ശ്രദ്ധിക്കുക. മഴവെള്ളം മഴവെള്ളം കൊണ്ടുള്ള ഒരു പ്രത്യേകത നിങ്ങളിപ്പോ നോക്കി. നമ്മളിവിടുന്ന് പുഴയിന്ന്, ആലുവ പുഴയിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഈ കാക്കനാട് എല്ലായിടത്തും കൂടി റോട്ടിൽ കൂടി ഒക്കെ അടിച്ച് നമ്മളാണ് നനച്ചു നോക്കുക. നാളെ ഈ റോഡരികിലൊന്നും ഈ ചെറിയ സസ്യങ്ങളൊന്നും മുളച്ചിട്ടുണ്ടാവില്ല. ആ സമയം ഇന്ന് വൈകുന്നേരം നല്ലൊരു പുതുമഴ ഉണ്ട് പെയ്താല്, നാളെ കഴിഞ്ഞ് നിങ്ങൾ മറ്റന്നാൾ നോക്കേണ്ട എല്ലാ ചെടികളും ചെറിയ ചെറിയ ഇതൊക്കെ ഇങ്ങനെ മുളച്ചിട്ടുണ്ടാവും, അല്ലെ? ആ മഴവെള്ളത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ,
ഈ മണ്ണിൽ ഈ സസ്യലതാദികളെ മുളപ്പിക്കാൻ പറ്റുന്ന എല്ലാ ലവണങ്ങൾ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് മഴനെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട് താഴോട്ട് ഇറക്കുന്നത്. ഈ നൈട്രജൻ ഉൽപ്പാദിപ്പിക്കണമല്ലോ, നല്ലതൊക്കെ മുളക്കുള്ളൂ. അതിന് മിന്നലുകളിൽ നിന്നാണ് സത്യത്തിൽ നൈട്രജൻ ഉണ്ടാകുന്നത്. അല്ലേ? നൈട്രജൻ തന്നെ അല്ലേ? അല്ല, നിങ്ങളൊക്കെ ഉറങ്ങിയോ? ഹലോ, ആരുല്ലേ? ഇല്ല, കേൾക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ക്ലാസ് കഴിയുമ്പോഴാണ് അൺമ്യൂട്ട് ആ ചെയ്യാനുള്ള ഓപ്ഷൻ. അത് ശരി. അല്ല, ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ പോയി ഒരു അനക്കവും കേൾക്കാനില്ല. അപ്പൊ ഇനി അതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം കേട്ടോ. മഴവെള്ളത്തിന്റെ പ്രത്യേകത, ഈ പ്രപഞ്ചത്തിൽ ഒരു സെക്കൻഡിൽ 100 കണക്കിന് മിന്നലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ഒരു മിന്നലും ഇടിയും പാടെ പൊട്ടിക്കഴിഞ്ഞാല് നൈട്രജൻ മണ്ണിലേക്ക് പടച്ചോനോട് കോരി ചൊരിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. മിന്നൽ അനാവശ്യമല്ല, മിന്നൽ ആവശ്യമാണ് എന്നാണ്. പക്ഷെ മിന്നൽ നമ്മളെ പേടിപ്പിക്കാനും കൂടി വേറെ നിലക്ക് ആവശ്യമാണ്, ഈ നിലക്ക് അത് ആവശ്യമാണ്. എന്നിട്ട് എന്തൊക്കെ തന്നു എന്നറിയോ? ഹബ്ബ്. ഈ ഹബ്ബ് എന്ന് പറയുന്ന ധാന്യത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? അത് ഈ എന്താണ് ഇപ്പൊ ഇതിന് പറയാ, ഈ അരിമണിയുടെ മുകളിൽ കാണുന്ന തവിടുണ്ട് എന്നല്ലേ പറയാ, അതിനൊരു വാക്ക് കിട്ടുന്നില്ല. ഈ ഗോതമ്പിന്റെയും അരിയുടെയൊക്കെ മുകളിൽ കാണില്ല, ഉമി എന്നാണ് അതിന് പറയാ കേട്ടോ. ഉമിയുള്ള, നമ്മുടെ നാട്ടിൽ അതാണ് പറയുക, ഉമിയുള്ള ധാന്യങ്ങൾക്കാണ് ഹബ്ബ് എന്ന് പറയാ. അതിന്റെ പുറത്തൊരു പാടുണ്ടാവും. ആ പാട തൊലിച്ചാണ് ഇതിന്റെ ഉള്ളിലുള്ള വിഭവങ്ങൾ തിന്നുന്നതിനാണ് നമ്മൾ ഹബ്ബ് എന്ന് പറയുക. അതിനാണ് ധാന്യം എന്ന് പറയുന്നത് കേട്ടോ. ഞാനത് അടുത്ത ദിവസം ഞാൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഞാനും എന്റെ ഗ്യാസും കഴിഞ്ഞിരിക്കണ. വനബാത്തൻ, പിന്നെ ചെടികളാ അതിലെല്ലാം പെടും. വജന്നാത്തിൻ അൽഫാഫ, അവിടെ എന്ത് വന്നു? കാടുകൾ വന്നു. അപ്പൊ നമ്മൾ നിലനിൽക്കാൻ കാട് വേണം, ചെടികൾ വേണം, നമുക്ക് തിന്നാൻ അന്നം വേണം. അതൊക്കെ പടച്ചോനൊരു മഴ കൊണ്ട് ഉണ്ടാക്കി തന്നു. എന്നിട്ട് നമ്മളോട് ഒരു വാക്ക് മാത്രം പറഞ്ഞ് നമുക്ക് വേഗം നിർത്താം. 9:40 നിങ്ങളെയും കൊണ്ട് 10 ആളെയും കൊണ്ട് ഓദിപ്പിക്കാൻ എനിക്ക് സമയം ഉണ്ടാകുമെന്ന് അറിയില്ല. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത, നിശ്ചയമായും തീരുമാനത്തിന്റെ ദിവസം എന്താണെന്നറിയോ? അത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. ഒറ്റ വാക്ക് ഞങ്ങളോട് ചോദിക്കാണ്, പരലോക നിഷേധികളോട് അള്ള ചോദിക്കുന്ന ഒരു ചോദ്യം. കണ്ണ് തുറന്ന് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ 10 കാര്യം നിങ്ങൾക്ക് കാണാം. ഭൂമിയുണ്ട്, അതിൽ പർവ്വതങ്ങളുണ്ട്, നിങ്ങളുടെ ജനനമുണ്ട്, ഉറക്കുണ്ട്, ഉണർവുണ്ട്, രാപ്പകൽ ക്രമങ്ങളുണ്ട്, പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയുണ്ട്, കത്തിജ്വലിക്കുന്ന സൂര്യനുണ്ട്, മേഘങ്ങൾ വർഷിക്കുന്ന മഴയുണ്ട്, സസ്യലതാദികളുണ്ട്. എത്രനായി എണ്ണിക്കോളി. ഇതൊക്കെ വീക്ഷിച്ചാൽ 2 കാര്യങ്ങൾ മനസ്സിലാവും. ഇതൊന്നും അജയ്യമായ ഒരു ശക്തിയില്ലാതെ വ്യവസ്ഥാപിതമായി ഇത്ര കൃത്യമായി ഇതൊന്നും ചലിക്കൂല. 2, ഇതിലൊക്കെ മഹത്തായ ഒരു യുക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ നിലവിൽ വരുത്താൻ കഴിവുള്ളവനാരോ അവന് തന്നെ ഇതെല്ലാം ഇല്ലാതാക്കാനും കഴിയും. അത് നേരെ മനസ്സിലാക്കണം കേട്ടോ. എന്താണ്? ഇതൊക്കെ നിലവിൽ വരുത്താൻ കഴിവുള്ളവനാരോ അവന് തന്നെ ഇതെല്ലാം ഇല്ലാതാക്കാൻ കഴിയും. ഇനി ഒന്നുകൂടി, ഇതൊക്കെ സത്യമാണോ? ഭൂമി സത്യല്ലേ? പർവ്വതം സത്യല്ലേ? നമ്മുടെ ഉറക്കതൊക്കെ സത്യല്ലേ? എങ്കിൽ ആ ഉറക്കിൽ നിന്ന് നിങ്ങൾ ഉണരുന്നത് എത്ര കണ്ട് സത്യമാണോ അതുപോലെ ഒരു സത്യമാണ് പരലോകം എന്നത്. എന്നിട്ട് അള്ളാഹ് അതിനെ ഉപയോഗിച്ചത് പരലോകം എന്ത് ചെയ്തു എന്നറിയോ? സമയം നിശ്ചയിക്കപ്പെട്ടു എന്നാണ്. ഈ സമയം നിശ്ചയിക്കപ്പെട്ടു എന്നുള്ള ഒരു സൂചന ഞാൻ തരാം, എന്നിട്ട് നമുക്ക് നിർത്താട്ടോ. എന്താന്ന് ചോദിച്ചാല്, ഈ സമയം നിശ്ചയിക്കപ്പെട്ടാലാണ് നമ്മളൊരു പണിക്ക് ഇറങ്ങുള്ളൂ. ഇപ്പൊ നമ്മുടെ മോളെ വന്ന് ചെക്കൻ കണ്ട് തീരുമാനമായി, കല്യാണം കഴിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ പറയാന്നറിയോ? മോളുടെ കല്യാണം ശരിയായിട്ടുണ്ട്, ഞാനത് വിളിക്കാൻ വരാത്ത എന്താന്ന് ചോദിച്ചാൽ ഡേറ്റ് ഫിക്സ് ആയില്ല കേട്ടോ എന്നാണ്. ഡേറ്റ് ഫിക്സ് ആയാലാണ് നമുക്കൊരു ഉന്മേഷവും ഉഷാറും വരാനുണ്ട്.
നമ്മളൊരു കാര്യത്തിലേക്ക് കടക്കണമെങ്കിൽ ഡേറ്റ് ഫിക്സ് ചെയ്യണം. അതുകൊണ്ടാണല്ലോ എല്ലാ യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവരുടെ പ്രോഗ്രാമുകൾ ഫിക്സഡ് ആക്കി വെക്കുന്നത് എന്തിനാണ്? അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ്. ഡേറ്റ് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയൂല. അള്ളാഹ് എന്താ പറയണെന്നറിയോ? യൗമുൽ ഫസ്ൽ പിന്നീട് വിശദീകരിച്ചു തരാം. നമ്മളെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഭൂമി സത്യാണോ എങ്കിൽ ഭൂമി തകരും, അതും സത്യമാണ്. ഭൂമിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും, അതും സത്യമാണ് എന്നാണ്. എത്ര ഭംഗിയായിട്ട് അള്ളാഹ് നമുക്കിത് ഇങ്ങനെ പറഞ്ഞു തരികയാണ് അല്ലെ? അപ്പൊ ഈ ദുനിയാവിൽ ഈ സാധനങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായും ചീത്തയായും ഉപയോഗിച്ചാലും പിന്നെ ഒന്നുമില്ല എന്ന് വിചാരിക്കരുത്. എന്ത് ചെയ്താലും ഈ മണ്ണിൽ അലിഞ്ഞു ചേരും എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പിന്നീട് ഒന്നുമില്ല എന്നത് സാമാന്യ ബുദ്ധിക്ക് പോലും പറ്റൂല എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മളെ പരലോകം കണ്ട് പടച്ചോൻ കൊണ്ടുപോയി അങ്ങനെ നിർത്തുകയാണ്. നമുക്കപ്പൊ ഇവിടെ നിർത്താം. പരലോകത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഒഴിവാക്കണ്ട, ഒരു മിനിറ്റും കൂടി ഉണ്ട്, അത് കേട്ടിട്ട് നമുക്ക് ഇങ്ങനെ പോകാട്ടോ. നിങ്ങൾ ഓടല്ലേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒന്നുകൂടി വായിക്കണം. എന്നിട്ട് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ വരും. എന്നിട്ട് ഞാൻ പറഞ്ഞ ആ പോയിന്റിലേക്ക് ഒന്ന് നിർത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽനാ നൗമക്കും സുബാതാ വജഅൽന ലൈല ലിബാസാ വജഅൽന നഹാറ മാശാ വബനൈനാ ഫൗകക്കും സബ്അൻ ശിദാദാ വജഅൽന സിറാജൻ വഖാജാ വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാത്തിൻ അൽഫാഫാ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ നമുക്ക് 65 ആളുണ്ട്. 70 ആളെ നേരത്തെ ഉണ്ടായിരുന്നത്. ഈ 65 ആളിൽ നിന്ന് ഒരാളെ ഞാൻ ഇങ്ങനെ ബോധിപ്പിക്കാൻ നമുക്ക് സമയമല്ല. 45 കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കഴിച്ചിലായി. ഏതായാലും നിങ്ങൾ 65 ആൾക്കാരും ഇൻഷാ അല്ലാഹ് ഇതിൽ ഓതി തരണം. നിങ്ങൾ ഇതോടുകൂടി കാണാതെ പഠിക്കണം. വളരെ ഭംഗിയായി നമുക്ക് പോണം. പടച്ചോൻ എത്ര മനോഹരമായാണ് നമ്മുടെ ജീവിതവും മരണവും പരലോകവും ദുനിയാവും ബന്ധിപ്പിച്ചു തന്നത് എന്നത്. അത് അള്ളാഹുവിന്റെ യുക്തിയാണ്. പടച്ചവൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹ് നമ്മെ, നമ്മുടെ കുടുംബത്തെ, മക്കളെ, ഉമ്മത്തിനെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ അള്ളാഹു ഈമാനിന്റെ ഖുർആനിന്റെ വെളിച്ചം തന്ന് നിറക്കുമാറാവട്ടെ. പടച്ചവൻ നമ്മെ തുണക്കുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിന വഹബീബിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈക്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതിൽ എഴുതി വിടണേ, അല്ലെങ്കിൽ എന്റെ PM എഴുതണേ. അള്ളാഹു തുണക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.